My dear students, we have already studied about the working of the heart. പ്രിയപ്പെട്ട കുട്ടികളെ, ഹൃദയത്തിൻ്റെ പ്രവർത്തനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. The carbon dioxide rich blood from different parts of the body reaches to the right atrium through the superior vena cava and inferior vena cava. Simultaneously, the oxygen-rich blood from the lungs reaches to the left atrium through the pulmonary vein. Subsequently, the atria contract and the blood flows to the ventricles. Further, the ventricles contract. When the ventricles contract, the blood from right ventricle flow to the pulmonary artery and the blood from the left ventricle flow to the aorta. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം വലത് ഏട്രിയത്തിൽ എത്തുന്നു. ഊർധ്വ മഹാസിരയും അധോ മഹാസിരയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം വലത് ഏട്രിയത്തിൽ എത്തിക്കുന്നു. അതേസമയം തന്നെ ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം ഇടത് ഏട്രിയത്തിലും എത്തുന്നു. തുടർന്ന് ഏട്രിയങ്ങൾ സങ്കോചിക്കുന്നു. ഏട്രിയങ്ങൾ സങ്കോചിക്കുമ്പോൾ രക്തം വെൻട്രിക്കിളുകളിൽ എത്തുന്നു. തുടർന്ന് വെൻട്രിക്കിളുകൾ സങ്കോചിക്കുന്നു. വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം ശ്വാസകോശ ധമനിയിലേക്കും ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് രക്തം മഹാധമനിയിലേക്കും പ്രവേശിക്കുന്നു. Contraction of the chambers of the heart is termed as systole. That means contraction of the atria and ventricles of the heart is termed as systole. During this phase, blood flows from atria to the ventricles and from the ventricles to outside. That means blood flows from the atria to the ventricles and from the ventricles to the pulmonary artery to lungs and from aorta to different parts of the body. ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റളി. ഹൃദയ അറകളായ ഏട്രിയങ്ങളുടെയും വെൻട്രിക്കിളുകളുടെയും സങ്കോചത്തെ പറയുന്ന പേരാണ് സിസ്റ്റളി. ഈ ഘട്ടത്തിൽ രക്തം ഏട്രിയങ്ങളിൽ നിന്ന് വെൻട്രിക്കിളുകളിലേക്കും വെൻട്രിക്കിളുകളിൽ നിന്ന് പുറത്തേക്കും പ്രവഹിക്കുന്നു. അതായത് ഈ ഘട്ടത്തിൽ രക്തം ഏട്രിയങ്ങളിൽ നിന്ന് വെൻട്രിക്കിളുകളിലേക്കും വലത് വെൻട്രിക്കിളുകളിൽ നിന്ന് ശ്വാസകോശ ധമനിയിലേക്കും അവിടെ നിന്ന് ശ്വാസകോശത്തിലേക്കും എത്തുന്നു. ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് രക്തം മഹാധമനിയിലേക്കും മഹാധമനിയിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പ്രവഹിക്കുന്നു. Subsequently, along with the atria, the ventricles also relax. തുടർന്ന് ഏട്രിയങ്ങൾക്കൊപ്പം വെൻട്രിക്കിളുകളും
വിശ്രാന്ത അവസ്ഥയിൽ എത്തുന്നു. This stage of relaxation is termed as diastole. ഈ വിശ്രാന്ത അവസ്ഥയാണ് diastole. In this phase, the chambers of the heart get filled with the blood. ഈ ഘട്ടത്തിൽ ഹൃദയ അറകളിൽ രക്തം നിറയുന്നു. The left atria are filled with the pure blood from the lungs and the right atria filled with the impure blood from different parts of the body. So what do you mean by systole and diastole? The stage of contraction of the chambers of the heart is termed as systole, and the stage of relaxation of the chambers of the heart is termed as diastole. എന്താണ് സിസ്റ്റളി, ഡയസ്റ്റളി? ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റളി. ഹൃദയ അറകളുടെ വിശ്രാന്ത അവസ്ഥയാണ് ഡയസ്റ്റളി. One systole and the subsequent diastole together constitute a heartbeat. ഒരു സിസ്റ്റളിയും ഡയസ്റ്റളിയും ചേർന്നതാണ് ഹൃദയ സ്പന്ദനം. So what do you mean by one heartbeat? One systole and the subsequent diastole together constitute a heartbeat. എന്താണ് ഒരു ഹൃദയ സ്പന്ദനം? ഒരു സിസ്റ്റളിയും ഡയസ്റ്റളിയും ചേർന്നതാണ് ഹൃദയ സ്പന്ദനം. It takes about 0.8 seconds. ഇതിന് ഏകദേശം 0.8 സെക്കൻഡ് വേണ്ടിവരും. Heart beats at an average rate of 72 times per minute. ഹൃദയം ഒരു മിനിറ്റിൽ ഏകദേശം 72 തവണ എന്ന ക്രമത്തിൽ സ്പന്ദിക്കുന്നു. 1 minute 60 seconds. ഒരു മിനിറ്റിൽ 60 സെക്കൻഡാണ് ഉള്ളത്. So 60 divided by 72 equals 0.8 second. 60 ഹരണം 72 സമം 0.8 സെക്കൻഡ്. One heartbeat takes about 0.8 seconds. ഒരു ഹൃദയ സ്പന്ദനത്തിന് 0.8 സെക്കൻഡ് വേണ്ടിവരും.